നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ 2025-26 റവന്യൂ അവാർഡുകൾ രാമനിലയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ പ്രഖ്യാപിച്ചു. തെരുവുനായകൾക്ക് ഭക്ഷണം നൽകുന്നത് വിലക്കിയതിൽ പ്രതിഷേധിച്ച് മണ്ണുത്തി വെറ്ററിനറി കോളേജ് ക്യാമ്പസിന് മുൻപിൽ നിരാഹാര സമരം തുടരുന്നു. മുക്കാട്ടുകര ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം MLA പി ബാലചന്ദ്രൻ നിർവഹിച്ചു. മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റണമെന്നത് സർക്കാരിന്റെ ദൃഢപ്രതിജ്ഞയെന്ന് മന്ത്രി ആർ ബിന്ദു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ 2025-26 റവന്യൂ അവാർഡുകൾ രാമനിലയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ബെസ്റ്റ് ജില്ലാ കളക്ടർ. തിരുവനന്തപുരം മികച്ച കളക്ടറേറ്റ് സബ് കളക്ടർ ആൽഫ്രഡ് CV. തിരുവനന്തപുരം മികച്ച RTO G സുരേഷ് ബാബു. മികച്ച RTO ഓഫീസ് തൃശൂർ. മികച്ച താലൂക്ക് ഓഫീസ് തൃശൂർ ബെസ്റ്റ് തഹസിൽദാർ C ശ്രീകുമാർ കോഴിക്കോട്. VV ജയേഷ് ആലുവ. തൃശൂർ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസ് അയ്യന്തോൾ. 14 ജില്ലകളിലെയും മികച്ച വില്ലേജ് ഓഫീസുകളെയും ഓരോ ജില്ലയിലെയും മികച്ച വില്ലേജ് ഓഫീസർമാരെയും പ്രഖ്യാപിച്ചു. ഒല്ലൂക്കര നെട്ടിശ്ശേരി വില്ലേജിലെ S സാഹിറ BV ആണ് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർ. ഫെബ്രുവരി 24 ട്രാവൻകൂർ സെറ്റിൽമെന്റ് വിളംബരം കൊടുത്തു. ഈ വിളംബരം പ്രകാരം ഭൂമി മുഴുവൻ സർവേ ചെയ്ത് കൈവശം തിട്ടപ്പെടുത്തി 1905 സെറ്റിൽമെന്റ് റെക്കോർഡുകൾ പ്രസിദ്ധീകരിച്ചു. ഈ വിളംബരത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ഫെബ്രുവരി 24 റവന്യൂ ദിനമായിട്ട് ആരംഭിക്കുന്നത്. തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ട്രാവൻകൂർ സെറ്റിൽമെന്റിന്റെ അതേ രീതി വർഷങ്ങളായി റവന്യൂ വകുപ്പ് അതിന്റെ ദിനമായിട്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സാങ്കേതിക വിദ്യ വളരെ പുരോഗമിച്ചിട്ടുള്ള ഒരു കാലത്ത് ആധുനിക സാങ്കേതിക ഉപകരണങ്ങളോടെ കേരളത്തെ ഒരിക്കൽ കൂടി ഡിജിറ്റൽ രേഖകൾ തയ്യാറാക്കുന്ന ഡിജിറ്റൽ സർവേ പുരോഗമിക്കുന്ന ഒരു കാര്യങ്ങളിലാണ് ഈ റവന്യൂ ദിനം നടക്കുന്നത് എന്നുള്ളത് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം സ്വാഭാവികമാണ്. തെരുവുനായകൾക്ക് ഭക്ഷണം നൽകുന്നത് വിലക്കിയതിൽ പ്രതിഷേധിച്ച് മണ്ണുത്തി വെറ്ററിനറി കോളേജ് ക്യാമ്പസിന് മുൻപിൽ നിരാഹാര സമരം തുടരുകയാണ്. വിവാദത്തിലുൾപ്പെട്ട തെരുവുനായ്ക്കളുടെ സംരക്ഷകനും വ്ളോഗറുമായ ആന്റണി നടത്തുന്ന നിരാഹാര സത്യാഗ്രഹം 4ാം ദിവസത്തിലേക്ക് പിന്നിട്ടു. ക്യാമ്പസിൽ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കരുത് എന്ന സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം നടത്തുമെന്നാണ് അഭിജിത്ത് ആന്റണി അറിയിച്ചത്. ഞാൻ 3ാം ദിവസമാണ് ഇവിടെ നിരാഹാര സമരമായിട്ട് ഞാനിരിക്കുന്നത്. ഇവിടെ സുപ്രീം കോടതിയുടെ ഉത്തരവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ സർക്കുലർ കോളേജിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഒട്ടിച്ചു വെച്ച് ഇവിടെയുള്ള ഈ ക്യാമ്പസിനകത്ത് വർഷങ്ങളായിട്ട് ജീവിക്കുന്ന കമ്മ്യൂണിറ്റി ഡോഗ്സ്, ഈ ക്യാമ്പസിനകത്തുള്ള സ്റ്റുഡൻസ് നോക്കുന്ന ഡോഗ്സിന് ഭക്ഷണം നിഷേധിക്കുകയാണ് ക്യാമ്പസ് ചെയ്യുന്നത്. അതിന്റെ കാരണമായിട്ട് പറയുന്നത് സുപ്രീം കോടതിയുടെ ഓർഡറാണ്. അത് വ്യാജ സർക്കുലറാണ് അവർ ഇറക്കിയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഓർഡറിൽ ഇതുവരെ ഒരു സ്ഥലത്തും ഭക്ഷണം ഒരു സ്ഥലത്തും നിഷേധിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സ്റ്റുഡൻസിനോട് ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഇവരുടെ ക്യാമ്പസിനകത്ത് ലേഡീസ് ഹോസ്റ്റലിന്റെ ഉള്ളിൽ ഈ ലോകത്ത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ സഹതാപം തോന്നുന്നു, അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു നായയെ ജസ്റ്റ് ഒന്ന് തലോടിയാലോ ഓമനിച്ചു കഴിഞ്ഞാലോ 1000 രൂപ ഫൈൻ. അതുപോലെ തന്നെ ഭക്ഷണം കൊടുത്താൽ 2000 രൂപയാണ് ഹോസ്റ്റലിനകത്ത് ഫൈൻ. മൃഗങ്ങളെ പറ്റി പഠിക്കുന്ന അല്ലെങ്കിൽ മൃഗങ്ങളോട് എങ്ങനെ പെരുമാറണം, എത്ര സഹജീവി സ്നേഹം എത്ര പ്രകടമാക്കണം എന്ന് പഠിപ്പിക്കേണ്ട യൂണിവേഴ്സിറ്റി കോളേജാണ് ഈ ബാക്കിൽ കാണുന്നത്. ആ കോളേജാണ്, മാതൃകയാവേണ്ട കോളേജാണ് മൃഗങ്ങൾക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നത്. അതിനെതിരെയാണ് എന്റെ പ്രതിഷേധം. എത്ര നീണ്ടുപോയാലും ഇതിനൊരു തീരുമാനം എടുക്കുന്നവരെ ഞാനടക്കം എല്ലാവരും ഈ ക്യാമ്പസിന് മുന്നിൽ ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കും. യഥാർത്ഥ കോടതി ഉത്തരവിൽ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ സമക്ഷം കോടതിയുടെ സീൽ ചെയ്ത ഉത്തരവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഫീഡ് ചെയ്യരുത് എന്നല്ല,
കമ്മ്യൂണിറ്റി ഡോഗ്സിന് അവർക്ക് ഫീഡിംഗ് പോയിന്റ് കണ്ടെത്തി അവിടെ, അതായത് ഇപ്പം കോളേജ് ക്യാമ്പസിലാണെങ്കിലും ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഫീഡിംഗ് പോയിന്റുകൾ കണ്ടെത്തി അവിടെ ഫീഡ് ചെയ്യണമെന്നാണ്. പല സ്ഥലങ്ങളും ചിലപ്പം വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന വഴികളുണ്ടാവാം. അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളും അതൊക്കെ ഒഴിവാക്കി ഒരു ഫീഡിംഗ് പോയിന്റ്, ആ ഫീഡിംഗ് പോയിന്റ് അലോട്ട് ചെയ്ത് തരേണ്ടത് ഒന്നുമില്ലെങ്കിൽ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ മുനിസിപ്പാലിറ്റികളോ കോർപ്പറേഷനൊക്കെയാണ്. അവർ ചെയ്യാത്തിടത്തോളം കാലം നമ്മുടെ ഭരണഘടനാപരമായി നമുക്ക് തന്നിട്ടുള്ള അവകാശങ്ങൾ നമ്മുടെ മൗലിക അവകാശങ്ങളാണ് സഹജീവികളെ സംരക്ഷിക്കുന്നത്. ആ അവകാശമാണ് നമ്മളിവിടെ നടത്തിപ്പോരുന്നത്. അതിനെയാണ് ഇവര് തടസ്സപ്പെടുത്തുന്നത്. കാരണം ഒരു സന്ദേശം കൂടിയാണ്. കാരണം ഇവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ മരണപ്പെടുത്തുക. കാരണം ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഈ ഡോഗ് മരണപ്പെട്ടു പോകും. അതായത് ഒരു ക്രൂരകൃത്യങ്ങളോടെയാണ് ഇതിലൂടെ ഇവര് പ്രചരിപ്പിക്കുന്നത്. കാരണം ഈ ക്യാമ്പസിലുള്ള ഡോഗ്സിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെയാണ്. അവർ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ചെയ്യേണ്ടി വരുന്നത്. അവർ ചെയ്യട്ടെ, അവർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യില്ല. അല്ലെങ്കിൽ അവർ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കില്ല. അവർ ഭക്ഷണം കൊടുക്കാത്തടത്തോളം കാലം ഇത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്, പബ്ലിക് പ്ലേസ് ആണ്. അവിടെ എല്ലാവർക്കും, ഇവിടെയുള്ള ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള അവകാശങ്ങളെ അവർക്കും ഉള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് ഈ കോളേജോ ഇതൊന്നും എത്തിക്കേണ്ടി കൊടുത്തിട്ടില്ല. ഇത് നമ്മളുടെ കൂടെ നികുതി അടക്കുന്ന നമുക്കൂടെ അവകാശപ്പെട്ട നമ്മളുടെ നികുതി പണം കൊണ്ടാണ് ഇവരും ശമ്പളം വാങ്ങി ഇവിടെ കഴിയുന്നത്. അവരാണ് ഇത്തരം ഇല്ലീഗലായിട്ടുള്ള വാർത്തകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അപ്പം ഇത് എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഇതിന് പരിഹാരം കാണാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ഇതിന്റെ അവസാനം കണ്ടിട്ടേ ഞങ്ങൾ പോകും. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങി പോകാൻ തീരുമാനിച്ചിട്ടുള്ളൂ. മുക്കാട്ടുകര ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം MLA P. ബാലചന്ദ്രൻ നിർവഹിച്ചു. സമാപന ചടങ്ങിൽ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് മുഖ്യാതിഥിയായി. ആദരം 2026 എന്ന ചടങ്ങും വിദ്യാലയത്തിന്റെ സ്മരണയും പ്രകാശനവും യാത്രയപ്പ് സമ്മേളനവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംയുക്തമായി ആഘോഷിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഫി ഡെൽസൺ കുട്ടികൾക്കുള്ള എൻടോമെന്റ് വിതരണവും ഡിവിഷൻ കൌൺസിലർ K. ഗോപാലകൃഷ്ണൻ സമ്മാനദാനവും നിർവഹിച്ചു. ജനപ്രതിനിധികളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കലാപ്രകടനങ്ങൾ നടന്നു. ഹെഡ്മിസ്റ്റേഴ്സ് PV വനജ സ്വാഗതവും OB രദീപ് നന്ദിയും അറിയിച്ചു. പ്രവർത്തിക്കും എന്നറിയിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടത്, ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം എത്തുമെന്നാണ് രാവിലെ വരെ അറിയിച്ചിരുന്നത്. അതുകൊണ്ടാണ് പരിപാടി തുടങ്ങാൻ വൈകിയത്. അദ്ദേഹത്തിന് കണിമംഗലത്ത് അത്യാവശ്യമായി എത്തണമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് വളരെ വൈകി. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ഈ വർഷം റിട്ടയർ ചെയ്യും അവർക്കുള്ള ആദരവും ബഹുമാനപ്പെട്ട MLA P. ബാലചന്ദ്രൻ സാറിന് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അവസരത്തിൽ തങ്കമണി ചേച്ചി കാരുണ്യ ബെനവലന്റ് ഫണ്ടിലേക്ക് 10,000 രൂപ സർക്കാരിലേക്ക് സമർപ്പിക്കുന്നു. അത് സ്വീകരിക്കുന്നതിലും ബഹുമാനപ്പെട്ട P. ബാലചന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. തങ്കമണി ചേച്ചിക്ക് എല്ലാവിധ സ്നേഹാദരങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കലാമയുടെ ഗ്രേഡ് അഫ്ലക് PA, അറബിക് ഗാനം A ഗ്രേഡ് അഫ്ലക് PA, ഖുർആൻ പാരായണം, അറബിക് സംഘഗാനം, അറബിക് സംഘഗാനം 3rd A ഗ്രേഡ് അനാമിക K. സുജേഷ്, സംഘഗാനം C ഗ്രേഡ്, ഗണിത ഫസൽ നിർമ്മാണം A ഗ്രേഡ് അനാമിക K. സുജേഷ്, അറബിക് സംഘഗാനം 3rd A ഗ്രേഡ് ഹവ ഹനാൻ AM, അറബിക് ക്വിസ് B ഗ്രേഡ് ഹവ ഹനാൻ, സയൻസ് കളക്ഷൻ A ഗ്രേഡ് ഡോക്ടർ ത്രിവിക്രമൻ,
മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റണമെന്നത് സർക്കാരിന്റെ ദൃഢപ്രതിജ്ഞയെന്ന് മന്ത്രി ആർ ബിന്ദു. നിപ്മറിൽ 73 കോടി രൂപ ചിലവിലുയരുന്ന റിഹാബ് ഹോസ്പിറ്റലിന്റെയും അക്കാദമിക് ബ്ലോക്കിന്റെയും നിർമ്മാണോദ്ഘാടനവും ഭിന്നശേഷി മേഖലയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന രാജ്യത്തെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റണമെന്ന ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് സാമൂഹ്യനീതി വകുപ്പ് മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. നിപ്മറിൽ 73 കോടി രൂപ ചിലവിലുയരുന്ന റിഹാബ് ഹോസ്പിറ്റലിന്റെയും അക്കാദമിക് ബ്ലോക്കിന്റെയും നിർമ്മാണോദ്ഘാടനവും ഭൌതിക വികസന പദ്ധതികളുടെ പ്രഖ്യാപനവും ഭരണാനുമതി കൈമാറ്റവും ഭിന്നശേഷി സംഗമവും നിപ്മറിന്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കുള്ള ആദര സമർപ്പണവും മന്ത്രി നിർവഹിച്ചു. വെർച്വൽ റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിവിധ തെറാപ്പി സൗകര്യങ്ങളും നിപ്പറിനു കീഴിൽ നൽകുന്നുണ്ട്. ഭിന്നശേഷിയെ മറികടക്കാനുള്ള ശാസ്ത്രീയ പരിശീലനവും അവരെ പൂർണ്ണമായി സമൂഹത്തിൽ ഉൾച്ചേർക്കാനുള്ള പരിശീലനവും സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നിപ്മർ നൽകിവരുന്നു. ശുഭയാത്ര പദ്ധതിയിലെ സൈഡ് വീൽ സ്കൂട്ടർ വിതരണവും വിവിധ സഹായ ഉപകരണങ്ങളുടെ വിതരണവും ചടങ്ങിൽ നടന്നു. വിവിധ സ്പെഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെയും പൊതുവിദ്യാലയങ്ങളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും അരങ്ങേറി. നമ്മുടെ ജില്ലയിലെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണവും സ്ക്രീനിങ്ങും ഉൾപ്പെടെയുള്ള പരിപാടികൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വിപുലമായ ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ഭിന്നശേഷി മക്കൾക്കും രക്ഷിതാക്കൾക്കും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് കഴിവുള്ള ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്, നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ മലപ്പുറം മണ്ഡലത്തിലെ ഭിന്നശേഷി മക്കൾക്ക് ആനന്ദപ്രദമായ ഒരു സംഗമത്തിന് വേദി സൃഷ്ടിക്കണമെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. നിപ്പറിന്റെ വികസന വഴികളിൽ പുതിയ കാര്യങ്ങൾ നാട്ടപ്പെടുന്ന സന്തോഷം പങ്കുവയ്ക്കുകയും നിപ്പറിന് ലഭിച്ച ഐക്യരാഷ്ട്ര സഭയുടെ അവാർഡ് മുൻനിർത്തി സ്ഥാപനത്തെ അഭിനന്ദിക്കുകയും കുറഞ്ഞ കാലം കൊണ്ട് സ്ഥാപനത്തെ നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് നയിച്ച അതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ചന്ദ്രബാബു സാറിന് സ്നേഹാദരങ്ങൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ സമുചിതമായ തീരുമാനം കൈക്കൊള്ളാൻ സാധിച്ചു വരുന്നതിനുള്ള സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ചിന്തകനും എഴുത്തുകാരനും പുരോഗമന കലാസാഹിത്യ സംഘം മണ്ണുത്തി ഏരിയ കമ്മിറ്റി മുൻ പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ പി വി പ്രഭാകരൻ രചിച്ച ഇനിയും മരിക്കാത്ത മതങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. ഫെബ്രുവരി 20 വെള്ളിയാഴ്ച വൈകിട്ട് മണ്ണുത്തി ഒല്ലൂക്കര സൊസൈറ്റി ഹാൾ അങ്കണത്തിൽ സാഹിത്യ നിരൂപകനും സാംസ്കാരിക വിമർശകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ KM അനിൽ നിർവഹിച്ചു. പുസ്തകം സ്വീകരിച്ച് സാമൂഹ്യ വിമർശകയും പ്രഭാഷകയുമായ ഡോക്ടർ അനു പാപ്പച്ചൻ സംസാരിച്ചു. സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ CF ജോൺ ജോഫി പുസ്തകത്തെ പരിചയപ്പെടുത്തി. ഇത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഒരു വേദിയായതുകൊണ്ട് നമുക്കറിയാവുന്നതുപോലെ മലയാളത്തിൽ നമ്മൾ പലപ്പോഴും അസ്തിത്വ ദുഃഖം എന്ന് പറയുന്നൊരു വാക്ക് പരിചയപ്പെട്ടത് മുകുന്ദനും വിജയനുമൊക്കെ നോവലുകളും കഥകളും എഴുതിയിരുന്ന ഒരു കാലത്ത് ആ കാലത്തിൻ്റെ ഭാവുകത്വത്തെ, സെൻസിബിലിറ്റിയെ അടയാളപ്പെടുത്താൻ വേണ്ടി അവരൊക്കെ അസ്തിത്വ ദുഃഖം അനുഭവിച്ചിരുന്നവരാണെന്ന് പറയാറുണ്ട്. എം മുകുന്ദൻ്റെ ഒരു കഥയുടെ പേര് തന്നെ ഞാനാരാ നാണുവാര എന്നല്ലേ. ഞാനാരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യരായിരുന്നു 1960-കൾ തുടങ്ങി ഏതാണ്ട് 90-കൾ വരെയുള്ള വിജയനും മുകുന്ദനും കാക്കനാടനൊക്കെ കഥകൾ എഴുതിയിരുന്ന കാലത്ത് ഉണ്ടായിരുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ
സാഹിത്യത്തിലെ അസ്തിത്വ ദുഃഖത്തെ സംബന്ധിച്ചല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. മനുഷ്യാസ്തിത്വത്തിന് വലിയ തോതിലുള്ള അസ്ഥിരത നേരിട്ട ഒരു ഘട്ടം 90-കൾക്ക് ശേഷമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 90-കൾക്ക് ശേഷമുള്ള മലയാളിയുടെ ജീവിതത്തിൽ മുകുന്ദൻ്റെ കഥയിൽ പറഞ്ഞതുപോലെ നമ്മൾ ആരാണ് എന്ന ചോദ്യം ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി കടന്നു വരുന്നുണ്ട്. ആരാണ് ഞാൻ എന്ന ചോദ്യം. അത് കഥയിലും സാഹിത്യത്തിലും കവിതയിലും ഒന്നുമല്ല. നിങ്ങളുടെ അയൽവാസിയോട്, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു മനുഷ്യനോട്, നിങ്ങളുടെ നാട്ടിലൊരു രാഷ്ട്രീയ പ്രവർത്തകനോട് നിങ്ങൾ സംസാരിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മുകുന്ദൻ്റെ ഈ കഥാപാത്രത്തെ കാണാൻ സാധിക്കും. നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്നപ്പോൾ മനസ്സിലാവും. ഈ ഞാൻ ആര് എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ? ആ ചോദ്യം നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ. ഞാൻ ആരാണ് എന്ന ചോദ്യം. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ ഓർമ്മകളാണ്. വാസ്തവത്തിൽ ഞാൻ കടന്നു വന്ന വഴികൾ, എൻ്റെ ഓർമ്മകൾക്ക് വളരെ പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട് അസ്തിത്വത്തെ, എക്സിസ്റ്റൻസിനെ ഉറപ്പിക്കുന്നതിൽ. ഞാൻ ആര് എന്ന ചോദ്യത്തിന് എൻ്റെ ഓർമ്മകളാണ്. ഈ ഓർമ്മകൾ ഇല്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഞാൻ എന്ന ആ സങ്കല്പം നിലനിൽക്കില്ല. അതാണ് തന്മാത്ര എന്നുള്ള സിനിമയിൽ നമ്മൾ മോഹൻലാലിന് ഒരു ദിവസം ഓർമ്മ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം അല്ലാതായി മാറി. അയാൾ വേറൊരു മനുഷ്യനായി മാറി, ആർക്കും മനസ്സിലാവാത്ത ഒരാളായി മാറി. അങ്ങനെ 90-കൾക്ക് ശേഷം സ്മൃതിനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായി മലയാളി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ അനുഭവം. മാടക്കത്ര പഞ്ചായത്ത് കുടുംബശ്രീ CDS ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. വാർഡ് 1 ശ്രീജ സുരേഷ്, വാർഡ് 2 അർച്ചന, വാർഡ് 3 ജിൻസി ഷാജി, 4-ാം വാർഡിൽ സുബിഷ, വാർഡ് 5 ബിന്ദു സാബു, വാർഡ് 6 മഞ്ജുഷ, വാർഡ് 7 സിനി പ്രദീപ്, വാർഡ് 8 ഇന്ദിര സുധാകരൻ, 9-ാം വാർഡിൽ ലത കാർത്തികേയൻ, 10-ാം വാർഡിൽ ഗീത സുകുമാരൻ, വാർഡ് 11 സോഫി സോജൻ, വാർഡ് 12 ലിസി ജോസ്, വാർഡ് 13 അജിത, വാർഡ് 14 സ്മിത, വാർഡ് 15 സീന, 16-ാം വാർഡിൽ പ്രീതി, 17-ാം വാർഡിൽ അനുശ്രീ, 18-ാം വാർഡിൽ GV കുസുമം. ചെയർപേഴ്സൺ അജിത സുനിൽകുമാറും വൈസ് ചെയർപേഴ്സൺ ഇന്ദിര സുധാകരനുമാണ്. സർവദാ അറിയുകയാണെന്നും എന്റെ അറിവിലും ബോധ്യത്തിലും ഉത്തമ വിശ്വാസത്തിലും സത്യപ്രസ്താവന ചെയ്യുന്നു. ഈ സത്യപ്രസ്താവനയ്ക്ക് വിപരീതമായ വസ്തുതകൾ വെളിവാക്കപ്പെടുകയാണെങ്കിൽ അതിനെ അനുസരണമായി സ്വീകരിക്കപ്പെടുന്ന നടപടികൾക്ക് ഞാൻ വിധേയയായിരിക്കുമെന്നും ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ഇതിനുശേഷം ഫോം 9 ഒപ്പിട്ട വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ദിര സുധാകരൻ എന്ന ഞാൻ കുടുംബശ്രീ CDS ബൈലോ അനുശാസിക്കുന്ന പ്രകാരം പ്രവർത്തിച്ചു കൊള്ളാമെന്നും ഈ സത്യപ്രസ്താവനയ്ക്ക് വിപരീതമായ വസ്തുതകൾ വെളിവാക്കപ്പെടുകയാണെങ്കിൽ അതിനെ അനുസരണമായി സ്വീകരിക്കപ്പെടുന്ന നടപടികൾക്ക് ഞാൻ വിധേയയായിരിക്കുമെന്നും ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മേരി വികസന സെമിനാറിൽ പങ്കെടുക്കേണ്ടതാണ്. ചേച്ചിക്ക് പെട്ടെന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത് പോവുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ഈ 18 പേരെ ഞാൻ പ്രത്യേകമായിട്ട് എല്ലാ അഭിനന്ദനവും അറിയിക്കുന്നു. പഞ്ചായത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തികച്ചും സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കണം. അതോടൊപ്പം പഞ്ചായത്തിൻ്റെ താല്പര്യങ്ങൾ കൂടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ഞാൻ വയ്ക്കുകയാണ്.
ദീർഘകാലം CDSന്റെ വൈസ് ചെയർപേഴ്സണായി പ്രവർത്തിക്കുകയും അവസാന സമയം ചെയർപേഴ്സണായി പ്രവർത്തിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട അനിതേജിയാണ് പുതിയ ചെയർപേഴ്സൺ എന്നതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് ഈ പഠിപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. ഷാർപ്പായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ തന്നെ വേണം കാര്യങ്ങൾ. ഷാർപ്പായിട്ട് തന്നെ പോകണം. കൃത്യതയോടും സത്യസന്ധതയോടും കൂടി തന്നെ പോകണം. അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ CDSനെ അടുത്ത 3 വർഷം നയിക്കേണ്ടത്. തീർച്ചയായിട്ടും അനിതേജി അതിന് പ്രാപ്തിയുള്ള ആൾ തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അനിതേജിക്ക് സ്നേഹപൂർവ്വമായ അഭിനന്ദനങ്ങൾ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. മണലൂർ മുൻ MLA-യും കോൺഗ്രസ് നേതാവുമായ PA മാധവൻ മുണ്ടൂരിൽ വെച്ച് വാഹനാപകടത്തിൽ പരിക്കുപറ്റി അമല ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. മെഡിക്കൽ കോളേജ് സബ്സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് സബ്സ്റ്റേഷന്റെയും ഇലക്ട്രിക്കൽ സെഷൻ ഓഫീസ് മന്ദിരത്തിന്റെയും നിർമ്മാണ ഉദ്ഘാടനം വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. 33 kV സബ്സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മെഡിക്കൽ കോളേജിലെയും സമീപ പ്രദേശങ്ങളിലെയും വൈദ്യുതി ആവശ്യകത നിറവേറ്റാനാകും. നിരവധി പുതിയ വികസന സജ്ജീകരണങ്ങൾക്കും ഏറെ ഗുണകരമായിരിക്കും. സേവർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷനായിരുന്നു. KCB ചീഫ് എഞ്ചിനീയർ K. ശാന്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു. KSEBL ഡയറക്ടർ P. സുരേന്ദ്ര, അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഹരിദാസ്, വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ PS ഇന്ദു, ചീഫ് എഞ്ചിനീയർ KS കൃഷ്ണകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. കൃഷ്ണകുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ PK പ്രസാദ്, ബ്ലോക്ക് മെമ്പർ ബിന്ദു സോമൻ, നഗരസഭാ കൌൺസിലർ KR കൃഷ്ണൻകുട്ടി എന്നിവരും പങ്കെടുത്തു. വടക്കഞ്ചേരി മണ്ഡലത്തിലെ ഓരോ വൈദ്യുതി പ്രശ്നത്തിലും അദ്ദേഹം കാണിക്കുന്ന ക്രിയാത്മകമായ ഇടപെടലുകൾ അഭിനന്ദനാർഹമാണ്. ഈ സബ്സ്റ്റേഷനായി റവന്യൂ സ്ഥലം ലഭ്യമാക്കുന്നതിനായി ഉത്തരവ് നേടിയെടുക്കുന്നതിനും തുടർന്ന് കഴിഞ്ഞ ജനുവരി 24-ന് ജില്ലാ കളക്ടർ സ്കൂളും തമ്മിലുള്ള പാട്ടക്കരാർ ഒപ്പിടുന്നതിനെയുള്ള ഓരോ ഘട്ടത്തിലും MLA-യുടെ നിരന്തരമായ ഇടപെടൽ ഉണ്ടായിരുന്നു. കാൽനൂറ്റാണ്ടായി കൂട്ടിക്കിടക്കുന്ന ചൂലിശ്ശേരി കാസ്റ്റിംഗ് യാർഡിന്റെ പുനർനിർമ്മാണം നൽകിയ കാര്യത്തിലും അദ്ദേഹം അവിടെ 33 kV സബ്സ്റ്റേഷന് അനുമതി വാങ്ങാൻ എടുത്ത കാര്യത്തിലായാലും അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി നാം കണ്ടതാണ്. അതിന്റെ റിപ്പോർട്ട് വായിച്ചപ്പോൾ മനസ്സിലായി കാണും. 7,45,00,000 അല്ലെങ്കിൽ 40 ലക്ഷം രൂപ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി KSEB നമുക്ക് ഭരണാനുമതി നൽകുകയും ആ ഭരണാനുമതിയുടെ ഭാഗമായി ഒരു പ്രൊജക്ടിന് ഭരണാനുമതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും KSEBയുടെ കൈകളിൽ ഭൂമി ഉണ്ടാവണം. പ്രത്യേകിച്ച് ഈ സബ്സ്റ്റേഷനൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഭൂമി ഒരു പ്രധാന പ്രശ്നമാണ്. ഞാനൊരു 3 കൊല്ലം മുമ്പ് നിയമസഭയിലെ മെഡിക്കൽ കോളേജിൽ നിർമ്മാണം നടക്കുന്ന 10 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന അമ്മയും കുഞ്ഞും ബ്ലോക്കും അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉൾപ്പെടെയുള്ള ഈ വലിയ വികസന പ്രവർത്തനത്തിന് കഴിയുന്നതോടുകൂടി നമുക്ക് ഇവിടെ ഒരു സബ്സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞത് സ്ഥലം തന്നാൽ നമുക്ക് സബ്സ്റ്റേഷൻ അനുവദിക്കാം എന്നാണ്. ഞങ്ങൾ വലിയ പരിശ്രമം ആരംഭിച്ചു. വാർത്തകളിനി ഇടവേളയ്ക്ക് ശേഷം. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു.
സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട തെക്കുംകര പഞ്ചായത്ത് CDS ഭാരവാഹികൾ ചുമതലയേറ്റു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ CV ശ്രീജ വരണാധികാരിയായി. ഭാരവാഹികൾ മേരി ഡേവിസ് ചെയർപേഴ്സൺ, സ്മിത ബിജു വൈസ് ചെയർപേഴ്സൺ. മാടക്കത്തറ പഞ്ചായത്ത് വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷനായി. KK സുരേന്ദ്രൻ സ്മാരക ഹാളിൽ നടന്ന സെമിനാറിൽ വൈസ് പ്രസിഡന്റ് സുകന്യ ബൈജു, KP പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സമയമില്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രാമസഭകളും വർക്കിംഗ് ഗ്രൂപ്പും അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുക. എല്ലാവരെയും കേട്ട് രൂപീകരിക്കണം എന്ന രീതിയിൽ പുനഃസൃഷ്ടിച്ച് നാടിൻ്റെ നന്മയ്ക്കായി നാടിതുവരെ കാണാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഈ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരട് രേഖ നടത്തറ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും പാലിയേറ്റീവ് കുടുംബാംഗങ്ങളുടെ സ്നേഹസംഗമവും സംഘടിപ്പിച്ചു. മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് പരിധിയിലെ പാലിയേറ്റീവ് അംഗങ്ങളുടെ കൂടിച്ചേരലിനും പരസ്പര സൗഹാർദ്ദം പുതുക്കാനും മാനസിക ഉല്ലാസത്തിനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് അധ്യക്ഷനായ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന ഷാജു, മെഡിക്കൽ ഓഫീസർ ഫെബീന ജമാൽ, റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഫിലിപ്പ് മാത്യു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK അഭിലാഷ്, CV സുരേഷ് കുമാർ, സജിത ജനാർദ്ദനൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജോയ്സൺ അച്ചാണ്ടി, മോനിഷ പ്രതീഷ്, VA കൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കണ്ണൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത പാലിയേറ്റീവ് അംഗങ്ങൾക്ക് തൃശൂർ റോട്ടറി ക്ലബിന്റെ സ്നേഹോപഹാര വിതരണവും വിവിധ കലാപരിപാടികളും നടന്നു. കുടുംബാംഗങ്ങളുടെ സ്നേഹ സംഗമത്തിനായിട്ടാണ് നമ്മൾ ഇന്നിവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നിരവധിയായ രോഗങ്ങളാൽ പല
പലവിധ അവസ്ഥകളാൽ വീടിനുള്ളിൽ നമ്മൾ ഇരിക്കേണ്ടി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട രോഗികൾ, അവരെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും ഒത്തുചേരലിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ദിനാചരണം സംഘടിപ്പിക്കുന്നത്. വലിയ പ്രാധാന്യമാണ് സർക്കാർ പാലിയേറ്റീവ് പരിചരണത്തിന് നൽകി വരുന്നത്. അത് കേവലം ഒരു ദിവസത്തെ ദിനാചരണം കൊണ്ടോ നമ്മുടെ കുടുംബ സംഗമങ്ങൾ കൊണ്ടോ തീരുന്നതൊന്നല്ല. ഒരു പാലിയേറ്റീവ് രംഗത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സർക്കാരായാലും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പാലിയേറ്റീവ് രംഗത്തെ ഇടപെടലിന് നൽകി വരുന്നത്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും പാലിയേറ്റീവ് രംഗത്തെ ഇടപെടലിന് വേണ്ടി സാന്ത്വന പരിചരണ വിഭാഗത്തിനായി ഒരു നല്ല തുക തന്നെ നമ്മുടെ പദ്ധതി വിഹിതത്തിൽ ജനകീയ ആസൂത്രണത്തിൽ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ആ മേഖലയിൽ ഇടപെടുകയാണ്. നമ്മുടെ രോഗികളുടെ വീടുകളിൽ ഗൃഹസന്ദർശനവും അവർക്ക് വേണ്ട മെഡിക്കൽ അസിസ്റ്റൻസും നമ്മൾ നൽകി വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പാലിയേറ്റീവ് നഴ്സിൻ്റെ ഒരു നല്ല പരിചരണം നിങ്ങളുടെ എല്ലാ രോഗികളുടെ വീടുകളിലും നമുക്ക് ഒരു വിളിപ്പുറത്ത് അവരുടെ സേവനം നമുക്ക് ലഭിക്കത്തക്ക രീതിയിൽ നമ്മുടെ സേവനങ്ങളെല്ലാം തന്നെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ വാർഷിക പദ്ധതികളിലായാലും ഒരു നല്ലൊരു തുക തന്നെ മാറ്റിവെക്കാൻ നമ്മുടെ ആരോഗ്യ വിഭാഗം വർക്കിംഗ് ഗ്രൂപ്പുകൾ ഒക്കെ തന്നെ ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. ഹാപ്പി പാഡ് ഫ്രീ ഡേയ്സ് പദ്ധതിക്ക് തുടക്കമിട്ട് തൃശൂർ മേയർ. വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ആർത്തവകാല ശുചിത്വ ബോധവൽക്കരണത്തിനും തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ 1000-ഓളം വിദ്യാർത്ഥിനികൾക്ക് മെൻസ്ട്രൽ കപ്പുകൾ വിതരണോദ്ഘാടനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ എല്ലാ കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി മെൻസ്ട്രൽ കപ്പ് വിതരണവും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ച് പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് മേയർ അറിയിച്ചു. വിദ്യാർത്ഥിനികളിൽ ആരോഗ്യപരമായ ശീലങ്ങളും ആർത്തവകാല ശുചിത്വവും വളർത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. വിമല കോളേജ് ഓഡിറ്റോറിയത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷീന ചന്ദ്രൻ അധ്യക്ഷയായി. മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗത്തെക്കുറിച്ച് അമല മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പ്രെറ്റി പോൾസൺ ബോധവൽക്കരണ ക്ലാസ് നൽകി. ആരോഗ്യ സംരക്ഷണവും പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലിയും എന്ന ഇരട്ട ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഹാപ്പി പാഡ് ഫ്രീ ഡേയ്സ് പദ്ധതി വിദ്യാർത്ഥിനികൾക്കേറെ ഗുണകരമാകുമെന്ന് മേയർ പറഞ്ഞു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വില്ലി ജിജോ, നഗരാസൂത്രണ കമ്മിറ്റി ചെയർമാൻ കരോളി ജോഷുവ, വിമല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീന, കൌൺസിലർ ഷാരി കിഷോർ കുമാർ എന്നിവരും പങ്കെടുത്തിരുന്നു. മേലടൂർ സ്വദേശിയെ മാരകായുധം ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 2ാം പ്രതി മാണിക്യത്തുപറമ്പിൽ വീട്ടിൽ ഡെൻസിയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കേസിലെ 1ാം പ്രതി തപസ് വേലു എന്നയാളെ റിമാൻഡ് ചെയ്തിരുന്നു. മേലടൂർ സ്വദേശി പ്ലാശ്ശേരി വീട്ടിൽ വർഗീസിനെയാണ് മാരകായുധം ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. പോക്സോ കേസിൽ പ്രതിക്ക് 41 വർഷം കഠിന തടവും 1,60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ലൈംഗിക പീഡനം നടത്തിയ 26 വയസ്സുകാരനെയാണ് കോടതി ശിക്ഷിച്ചത്. 2023 ജൂലൈ മാസം മുതൽ സെപ്റ്റംബർ വരെയായിരുന്നു വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് ഫോണിലൂടെ മെസ്സേജുകൾ അയച്ച് പിന്തുടർന്ന് സ്നേഹം നടിച്ച് പല ദിവസങ്ങളിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയും ലൈംഗിക പീഡനം നടത്തിയത്. വാടാനപ്പള്ളി പൂശാരി അമ്പലത്തിനടുത്ത് പണിക്ക് വീട്ടിൽ ഫസലിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 41 വർഷം കഠിന തടവിനും 1,60,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചത്. പാണഞ്ചേരി പഞ്ചായത്ത് കുടുംബശ്രീ LDFന് CDS ചെയർപേഴ്സണായി മിനി ജോണിയും വൈസ് ചെയർപേഴ്സണായി സരിതയും തിരഞ്ഞെടുക്കപ്പെട്ടു. 24-അംഗ കുടുംബശ്രീ നേതൃത്വം സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റു. പാണഞ്ചേരി പഞ്ചായത്ത് കുടുംബശ്രീ തെരഞ്ഞെടുപ്പിൽ LDF പാനലാണ് വിജയം. 20-ാം തീയതി പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ ICDS CDPO രമ റിട്ടേണിംഗ് ഓഫീസറായി ചുമതല വഹിച്ചു. 24 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നതിൽ 18 വാർഡിലും ഇടതുപക്ഷ അംഗങ്ങൾ CDS മെമ്പർമാരായി. 6-ാം വാർഡ് ചുവന്ന മണ്ണിൽ നിന്ന് CDS അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട CPIM പാർട്ടി അംഗമായ മിനി ജോണി ചെയർപേഴ്സണായും വിലങ്ങന്നൂർ വാർഡിൽ നിന്ന് മത്സരിച്ച സരിത വൈസ് ചെയർപേഴ്സണായും തിരഞ്ഞെടുക്കപ്പെട്ടു. 21-ാം തീയതി പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ റിട്ടേണിംഗ് ഓഫീസർ രമ CDS ചെയർപേഴ്സൺ മിനി ജോണിക്ക് സത്യവാചകം ചൊല്ലി നൽകി. വൈസ് ചെയർപേഴ്സൺ സരിത സത്യവാചകം ചൊല്ലി പിന്നീട് ചുമതലയേറ്റു. അതിനുശേഷം 24 CDS അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ, പഞ്ചായത്ത് അംഗം സാവിത്രി സദാനന്ദൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് കുടുംബശ്രീ നേതൃത്വത്തിന് ആശംസകൾ അറിയിച്ചു. വിശ്വസിക്കുന്ന പ്രകാരം പ്രവർത്തിച്ചു കൊള്ളാമെന്ന്
സ്ഥാനങ്ങൾക്ക് CDS ബൈലോ പ്രകാരം സർവദാ അർഹയാണെന്നും എന്റെ അറിവിലും ബോധ്യത്തിലും ഉത്തമ വിശ്വാസത്തിലും സത്യപ്രസ്താവന ചെയ്യുന്നു. ഈ സത്യപ്രസ്താവനയ്ക്ക് വിപരീതമായ വസ്തുതകൾ വെളിവാക്കപ്പെടുകയാണെങ്കിൽ അതിനനുസരണമായി സ്വീകരിക്കപ്പെടുന്ന ഞാനൊരു കാലഘട്ടത്തിൽ ഇതേപോലെ മാലയൊക്കെ ചാർത്തി ഞാനിവിടെ ഇരുന്ന ആളാണ്. 2007 കുടുംബശ്രീയുടെ ചെയർപേഴ്സണായിട്ട് വന്നതാണ്. വലിയ മത്സരമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ നമ്മളൊക്കെ കുടുംബശ്രീക്ക് രാഷ്ട്രീയമില്ല എന്നൊക്കെ നമ്മൾ പൊതുവേ പറയാറുണ്ട്. കുടുംബശ്രീക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ രാഷ്ട്രീയമില്ല എന്നുള്ളതാണ്. കുടുംബശ്രീയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഒരു കാലഘട്ടത്തിലും ഒരിക്കലും രാഷ്ട്രീയം കാണാൻ പാടില്ല. കുടുംബശ്രീയുടെ ആനുകൂല്യം വന്നു, JLG ഗ്രൂപ്പ് വന്നു, അല്ലെങ്കിൽ സംരംഭകത്വം വന്നു, അതല്ലെങ്കിൽ മാച്ചിങ് ഗ്രാൻഡ് കൊടുക്കേണ്ടതായിട്ട് വന്നു, ഗ്രാൻഡ് കൊടുക്കേണ്ടതായിട്ട് വന്നു, അങ്ങനെയൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ അത് തികച്ചും അർഹതപ്പെട്ടവൻ്റെ കൈകളിലേക്ക് കൊടുക്കാൻ നിങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ചെയ്യണം. അവിടെ രാഷ്ട്രീയം കലർത്താൻ പാടില്ല. 15 ലക്ഷം ലോൺ സബ്സിഡി ഗ്രാൻഡ് കിട്ടി, അത് മുഴുവൻ ഒരു പാർട്ടിക്കാർക്ക് കൊടുക്കുക, നീ കോൺഗ്രസ് ആയതുകൊണ്ട് മാറി നിൽക്കുക, നീ BJP ആയതുകൊണ്ട് മാറി നിൽക്കുക എന്ന് പറയാൻ പാടില്ല. ആരാണോ അർഹതപ്പെട്ടത് ആ അർഹതപ്പെട്ടവന് ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കാനാണ് നിങ്ങളെ എല്ലാവരെയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും അതിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല. അങ്ങനെ രാഷ്ട്രീയം കലർത്താതെ എല്ലാ സ്ത്രീകളെയും ഒന്നായി കണ്ടുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുക. അതുകൊണ്ടാണ് 2007 മുതൽ ഒരേ ഭരണസമിതിയുടെ ആളുകൾ തന്നെയാണ് ഈ 2026 ഭൂരിപക്ഷത്തിന് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ നിങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന കടമ വളരെ വലുതാണ്. മറ്റൊരിടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26 പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. ട്രാൻസ്പോർട്ട് ജീവനക്കാരുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് KSRTC പെൻഷനേഴ്സ് സംഘടന ഫെബ്രുവരി 24-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെൻഷൻ തുക സർക്കാർ എല്ലാ മാസവും 1-ാം തീയതി വിതരണം ചെയ്യുക, ശമ്പള പരിഷ്കരണത്തിന്റെ അതേ മാനദണ്ഡത്തിൽ പെൻഷൻ പരിഷ്കരണവും നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ സംഘടനാ വൈസ് പ്രസിഡന്റ് VV അച്യുതൻ, ജില്ലാ പ്രസിഡന്റ് I സതീഷ് കുമാർ, ജില്ലാ സെക്രട്ടറി TB രവി, എക്സിക്യൂട്ടീവ് അംഗം KE വാസു എന്നിവർ പങ്കെടുത്തു. സർക്കാർ അനുവദിച്ച 15 കോടി രൂപ ഉൾപ്പെടെ 41 കോടി രൂപ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് വൈസ് ചാൻസലർ B അശോക് കാർഷിക സർവകലാശാല ജനറൽ കൌൺസില് ഉറപ്പു നൽകി. കാർഷിക സർവകലാശാല പെൻഷനേഴ്സ് ഫോറം നടത്തിയ ജനറൽ കൌൺസിൽ ധർണ ചൂണ്ടിക്കാട്ടിയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്.
CITU ജില്ലാ സെക്രട്ടറി KK രാമചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കാൻ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. രഞ്ജൻ S. കരിപ്പായി, സത്യശീലൻ, B. ഷിറാസ്, PV രാധ, CH. മുത്തു, PM രമേശ് ചന്ദ്രൻ, PV മത്തായി, PK ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. മുഴുവൻ പെൻഷൻകാർക്കും ആനുകൂല്യങ്ങൾ നൽകുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സമര നേതാക്കൾ അറിയിച്ചു. ഈ ഉജ്ജ്വലമായ സമരം, ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന വിഷയങ്ങൾ എത്തിപ്പിടിച്ചിട്ടുള്ള സമരം, അത് നേതൃത്വം നൽകുന്ന യൂണിയൻ്റെ പെൻഷൻസ് യൂണിയൻ്റെ ഭാരവാഹികൾ, പങ്കാളികളായ പ്രിയപ്പെട്ട എല്ലാ സഹാക്കൾ, സുഹൃത്തുക്കൾ, അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള CITUവിൻ്റെ മണ്ണുത്തിയിലെ ഭാരവാഹികൾ, മറ്റെല്ലാവരെയും പ്രത്യേകമായി CITUവിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പ്രസംഗിക്കാൻ സമയമില്ല എന്നുള്ളതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ മറ്റേ യൂണിയൻ്റെ അധ്യക്ഷനും മറ്റൊക്കെ ഉൾപ്പെടെയുള്ളവരുടെ സംസാരിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. ആ നിലയിൽ ഈ സമരം നമുക്ക് ഉജ്ജ്വലമായ സമരങ്ങളായി ഉയർത്തേണ്ടിവന്നാൽ ആ നിലയിലടക്കം ചിന്തിച്ച് ചർച്ചയിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം എന്നും കൂടി പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിർത്തുന്നു. നന്ദി. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDS അടുത്ത 3 വർഷക്കാലം നയിക്കാനുള്ള പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെട്ടു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ബിന്ദു അജയൻ, വൈസ് ചെയർപേഴ്സൺ സുസ്മി സുജിത് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. 20 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഭരണസമിതി അംഗങ്ങളെയും ഐക്യകണ്ഠേനയുള്ള തെരഞ്ഞെടുപ്പിലൂടെയും കണ്ടെത്തി. മൂർക്കനിക്കര ഗവൺമെന്റ് സ്കൂൾ ഹാളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പുതിയ അംഗങ്ങൾ ചുമതലയേറ്റു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ്, വൈസ് പ്രസിഡന്റ് ഷീന ഷാജു എന്നിവർ ആശംസകൾ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, മുൻ CDS ഭരണസമിതി അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു. നടത്തറ ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന CDS ആണ് നടത്തറ CDS. ആ നടത്തറ CDSൻ്റെ ഇനി വരുന്ന 3 വർഷക്കാലം ചുക്കാൻ പിടിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന പുതിയ നേതൃത്വത്തിനെ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിൽ ആദ്യമേ തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. ഇവിടെ കുടുംബശ്രീ എന്ന സംവിധാനം അത് എത്ര കണ്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ സമൂഹത്തിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ത്രീകളുടെ ദാരിദ്ര്യ ലഘൂകരണത്തിന് മാത്രമല്ല, സാമ്പത്തികമായും സാമൂഹികമായും ഒരു സ്ത്രീ പദവി സൃഷ്ടിച്ചെടുക്കുന്നതിന് കുടുംബശ്രീ എന്ന പ്രസ്ഥാനം വഹിച്ച പങ്കും നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ആ മഹിമ എടുത്ത് കാണിക്കുന്ന രീതിയിൽ തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായി കൊണ്ടുപോകുന്നതിന് ഈ ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുമായി ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇടപെടുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ ഭരണസമിതിയുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിനും ഉള്ള നല്ല ചാലക ശക്തികളായി പ്രവർത്തിക്കാൻ നമ്മുടെ CDSനാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്. കരുവാൻകാട് ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം, തെയ്യം, മേളം തുടങ്ങിയവയോടെ ആഘോഷിച്ചു. ജില്ലാതല മത്സരത്തിൽ 4 ഗോൾഡ് മെഡൽ നേടിയ ER കാർത്തിക, സ്റ്റേറ്റ് തലത്തിൽ ഗോൾഡ് മെഡൽ നേടിയ ER ഉണ്ണികൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. സിധീഷ്, രഞ്ജിത്ത്, ഉഷ, കൃഷ്ണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി.
കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ 38ാമത് തൃശൂർ ജില്ലാ സമ്മേളനം 27 രാവിലെ 10 വടക്കാഞ്ചേരി ജയശ്രീ ഓഡിറ്റോറിയത്തിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് TM യോഹന്നാന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തയ്യൽ തൊഴിലാളികളെ ESI സ്കീമിൽ ഉൾപ്പെടുത്തുക, സീനിയോറിറ്റി അനുസരിച്ച് പെൻഷൻ നൽകുക, ഭർത്താവ് മരിച്ച തയ്യൽ തൊഴിലാളി വിധവകൾക്ക് പെൻഷനും വിധവാ പെൻഷനും കൂടി 2 പെൻഷനും അനുവദിക്കുക തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വാർത്താസമ്മേളനത്തിൽ TM യോഹന്നാൻ, ശിവദാസ്, രാജകുമാരൻ, ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. പാണഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിന് 50 സെന്റ് ഭൂമി കാണിക്കയായി സമർപ്പിച്ചു. 108 ശിവാലയങ്ങളിൽ 11ാമത് ക്ഷേത്രമായ പാണഞ്ചേരിയിലെ ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന 50 സെന്റ് ഭൂമിയാണ് ക്ഷേത്രത്തിന് കാണിക്കയായി സമർപ്പിച്ചത്. ഭൂമിയുടെ ഉടമയായ കുട്ടനല്ലൂർ സ്വദേശി കുണ്ടോളി ശിവദാസനാണ് ഭൂമിയുടെ ആധാരം ക്ഷേത്രം ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ ക്ഷേത്ര നടയിൽ സമർപ്പിച്ചത്. ക്ഷേത്രം ഭരണസമിതി ആധാരം കൈപ്പറ്റി. ചെറുപ്പം മുതലേ വലിയ ശിവഭക്തനാണെന്നും അതുകൊണ്ടാണ് ഭഗവാനായി ഭൂമി സമർപ്പിച്ചത് എന്നും കുണ്ടോളി ശിവദാസൻ പറഞ്ഞു. ഈ ഭൂമിയിലാണ് ക്ഷേത്രത്തിന്റെയും ശിവപ്രതിഷ്ഠയുടെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും പിന്നീട് ഇന്ന് കാണുന്ന ക്ഷേത്രമായി ഉയർത്തുകയും ചെയ്തത്. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ സുധീഷ് മരൂട്ടിക്കൽ, മുകുന്ദൻ ആദംകാവിൽ, സുജിത് കൊല്ലേരി, ചന്ദ്രൻ കൂർച്ചാം വീട്ടിൽ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. വീട്ടിലേക്ക് പന്നിപ്പടക്കമെറിഞ്ഞ സംഭവത്തിൽ കുപ്രസിദ്ധ ഗുണ്ടയും വധശ്രമവും കവർച്ചയുമടക്കം 12ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ വെകിളി രാഹുൽ രാസലഹരിയുമായി പിടിയിൽ. രാസലഹരിയും നാടൻ പന്നിപ്പടക്കമെറിയുന്ന സമയത്ത് ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു. അറസ്റ്റ് ചെയ്യുമ്പോൾ മാരക മയക്കുമരുന്നായ MDMAയും പന്നിപ്പടക്കമെറിയുന്ന സമയത്ത് ഉപയോഗിച്ച സ്വിഫ്റ്റ് കാറും പോലീസ് പിടിച്ചെടുത്തു. സുനിതയുടെ മകൻ ശരത്ത് പ്രതികളുടെ കാർ തല്ലിപ്പൊളിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണ കാരണം. സ്ഫോടനത്തിൽ വീടിന്റെ മുൻവാതിൽ തകർന്നിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സർക്കാരിന്റെ 2025-26 റവന്യൂ അവാർഡുകൾ രാമനിലയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റവന്യൂ മന്ത്രി K. രാജൻ പ്രഖ്യാപിച്ചു. തെരുവുനായകൾക്ക് ഭക്ഷണം നൽകുന്നത് വിലക്കിയതിൽ പ്രതിഷേധിച്ച് മണ്ണുത്തി വെറ്ററിനറി കോളേജ് ക്യാമ്പസിന് മുൻപിൽ നിരാഹാര സമരം തുടരുന്നു. മുക്കാട്ടുകര ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം MLA P. ബാലചന്ദ്രൻ നിർവഹിച്ചു. മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റണമെന്നത് സർക്കാരിന്റെ ദൃഢപ്രതിജ്ഞയെന്ന് മന്ത്രി R. ബിന്ദു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.